മക്കളെ, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരാവുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തു. ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: Find the sum of squares of integers up to a specified limit by inputting a number. നമ്മളൊരു ലിമിറ്റ് ഇൻപുട്ട് ചെയ്യുന്നു. അപ് ടു ദാറ്റ് ലിമിറ്റ് വരെയുള്ള സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻറ്റജേഴ്സ് ആണ് കാണേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 3 എന്ന് പറയുന്ന നമ്പർ ആണ് ഇൻപുട്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താ? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ആ ക്ലാസ് കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിൽ ഓരോ ലൂപ്പും, അതായത് സം എങ്ങനെയാണ്, ഓരോ ലൂപ്പിലും എക്സിക്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഐഡിയ മനസ്സിലാവും. ഇതാണ് ആ പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ്. #include IOStream ഹെഡർ ഫയൽ എഴുതുന്നു. ദെൻ യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ. പിന്നീട് എന്താ ചെയ്യേണ്ടത്? മെയിൻ ഫംഗ്ഷൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം ക്ലോസ് ചെയ്യുന്നു. എത്ര ബ്രാക്കറ്റ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തിരിക്കണം. പിന്നീട് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. ഇൻഡ് ലിമിറ്റ്, അതായത് എത്ര ലിമിറ്റ് വരെയാണോ എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ലിമിറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ലിമിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സം ഈക്വൽ ടു 0, ദെൻ I. നമുക്കറിയാം അഡീഷൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ എല്ലാം സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളെപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ സം കാണേണ്ട കേസിൽ, അതായത് അഡീഷൻ വരുന്ന കേസിലെല്ലാം സമ്മിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. Cout എൻ്റർ എ നമ്പർ, ദെൻ ലിമിറ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. Cin ലിമിറ്റ്. അതിനുശേഷം ഇവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് കാണുന്നത്. ഫോർ I ഈക്വൽ ടു 1, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്, ലിമിറ്റ് വരെ I പ്ലസ് പ്ലസ്, ലിമിറ്റ് വരെ സം പ്ലസ് ഈക്വൽ ടു I ഇൻറ്റു I. അതിനുശേഷം ആ ലിമിറ്റ് നമ്മളോട് പ്രിന്റ് ചെയ്യുന്നു. Cout സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു ലിമിറ്റ് ഈസ് സം, ദെൻ റിട്ടേൺ 0. ഇനി എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ആദ്യം തന്നെ ഫോർ ലൂപ്പ് ആണിത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ ലിമിറ്റ് 2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ഐറ്ററേഷൻ വരുമ്പോൾ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഐറ്ററേഷനിൽ ഐയുടെ വാല്യൂ 1 ആണ്, 1 ലെസ് ദാൻ 2 ആണ്. സോ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ ലൂപ്പിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. സം പ്ലസ് ഈക്വൽ ടു I ഇൻറ്റു I. ഈ കോഡിന്റെ മീനിങ് എന്താ? സം ഈക്വൽ ടു സം പ്ലസ് I ഇൻറ്റു I. ഫസ്റ്റ് സമ്മിന്റെ വാല്യൂ 0 ആണ്. സം ഈക്വൽ ടു 0 പ്ലസ് I ഇൻറ്റു I. ഐയുടെ വാല്യൂ 1 ആണ്. 1 into 1 that is equal to 1. ഈ ഒരു ലൂപ്പിന്റെ ഐറ്ററേഷൻ കഴിയുമ്പോൾ സമ്മിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. ഐയുടെ വാല്യൂ 1 കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 2 ആയിട്ട് മാറും. അടുത്തൊരു ഐറ്ററേഷൻ വരുമ്പോൾ I ഈക്വൽ ടു 2 ആകുന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 ഈക്വൽ ടു 2 ആണ്. നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ്. സോ സമ്മിന്റെ വാല്യൂ വീണ്ടും എന്ത് ചെയ്യും? സം ഈക്വൽ ടു സം പ്ലസ് I ഇൻറ്റു I എന്നല്ലേ. സമ്മിന്റെ വാല്യൂ എന്താ? 1 ആണ്. 1 പ്ലസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അടുത്ത ഐറ്ററേഷൻ എന്തായാലും പോസിബിൾ ആണോ? അല്ല. 3 ആകുമ്പോൾ 3 എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ലൂപ്പ് എക്സിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് നമുക്ക് നോക്കാം. നമ്മുടെ പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്തു, അതിനുശേഷം റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുമ്പോൾ എൻ്റർ എ നമ്പർ എന്ന ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിച്ചു. സോ നമ്മൾ ആദ്യം തന്നെ 2 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്? ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു 2 ഈസ് 5. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ Coutൽ നിങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു. ഈ ഡബിൾ കോട്ട്സിനകത്ത് എഴുതിയ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിലും പ്രിന്റ് ചെയ്ത് വരും. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ് അപ് ടു, ദെൻ ലിമിറ്റ്. ലിമിറ്റിന്റെ എന്താണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ, ആ വാല്യൂ ആണ് ഇവിടെ വരുന്നത്. 2 ഈസ് സം. എന്താണോ സം കാൽക്കുലേറ്റ് ചെയ്ത് ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നമുക്കൊരു ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ലഭിക്കുന്നത് എന്താ? 385 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ഡിസ്പ്ലേ ദ സെയിം ഇൻ വേർഡ്. അതായത് നമ്മളൊരു ഡിജിറ്റ് ഇൻപുട്ട് ചെയ്യുന്നു, അതെന്താണെന്ന് വേർഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, 0 ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് എങ്കിൽ 0 എന്ന് ഔട്ട്പുട്ട് ചെയ്ത് വരുന്നു. 1 ആണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന ഇൻറ്റിജർ എങ്കിൽ OND1 എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ്. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ ആ ഹെഡർ ഫയൽ എഴുതുന്നു. #include IOStream യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ. ദെൻ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തായിട്ട് Cout
എൻ്റർ എ സിംഗിൾ ഡിജിറ്റ് 0 to 9, 0 to 9 വരെയുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ് എൻ്റർ ചെയ്യുക. ഇൻ്റെ ഡിജിറ്റ്, ആ ഡിജിറ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളോട് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഡിജിറ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. അടുത്തതായി ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ്. അതായത് സ്വിച്ച് എക്സ്പ്രഷൻ, ഏതാണോ എക്സ്പ്രഷൻ അത്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കേസ് 1, ദെൻ കേസ് 1ൻ്റെ കണ്ടീഷൻ എഴുതുക, ബ്രേക്ക്. കേസ് 2 ഏതാണെന്ന് എഴുതുക, ബ്രേക്ക്. ഇതുപോലെ എത്ര കേസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഇതൊന്നുമല്ലെങ്കിൽ ഏതാണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അതാണ് ഡിഫോൾട്ട് എന്ന സ്റ്റേറ്റ്മെന്റിന് താഴെ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ ഈസി ആണല്ലേ. സ്വിച്ച് ഓഫ് ഡിജിറ്റ്, അതായത് ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡിജിറ്റ് ആണ് ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്രഷനായി വന്നത്. കേസ് 0 ആണെങ്കിൽ സി ഔട്ട് 0 ബ്രേക്ക്. കേസ് 1 ആണെങ്കിൽ സി ഔട്ട് 1 ബ്രേക്ക്. ഇതുപോലെ ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഇൻപുട്ട് ചെയ്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ ഡയറക്ട്ലി കേസ് 4ലേക്ക് പോകും. ദെൻ സി ഔട്ട് 4 എന്ന് പ്രിന്റ് ചെയ്യും, ബ്രേക്ക്. ദെൻ ആ പ്രോഗ്രാം അവിടെ വെച്ച് എക്സിറ്റ് ആവും. ഈ ഒരു രീതിയിലാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തത്. മനസ്സിലായല്ലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കേസ് സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും ബ്രേക്ക് എഴുതണം അല്ലേ. അതായത് 0 എന്ന നമ്പർ ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ 0 എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം അവിടെ കഴിഞ്ഞു, ബ്രേക്ക് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ കേസ് 5, കേസ് 6 അങ്ങനെ 9 വരെയുള്ള ഓരോ കേസുകളും നമ്മൾ എഴുതി. ഇൻ കേസ് 0 to 9 വരെയുള്ള ഇൻറ്റിജർ അല്ലാത്ത വേറെ ഏതെങ്കിലും ഇൻറ്റിജർ ആണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഡിഫോൾട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് താഴെ എഴുതുക, ഡിഫോൾട്ട് സി ഔട്ട് ഇൻവാലിഡ് ഇൻപുട്ട്. ഇൻവാലിഡ് ഇൻപുട്ട് ആണ്. ഇൻവാലിഡ് ഇൻപുട്ട് പ്ലീസ് എൻ്റർ എ സിംഗിൾ ഡിജിറ്റ് ബിറ്റ്വീൻ 0 and 9. മനസ്സിലായല്ലോ? അതിനുശേഷം സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു. കാരണം സ്വിച്ചിന്റെ എക്സ്പ്രഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നു, റിട്ടേൺ 0. ദെൻ ഇൻ്റെ മെയിൻ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു. എൻ്റർ എ സിംഗിൾ ഡിജിറ്റ് 0 to 9. ഫോർ എക്സാമ്പിൾ 6 എന്ന നമ്പർ നമ്മൾ എൻ്റർ ചെയ്തു. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? 6. എൻ്റർ എ സിംഗിൾ ഡിജിറ്റ്, ഫോർ എക്സാമ്പിൾ 11 എന്ന് പറയുന്ന ഡിജിറ്റ് ആണ് നമ്മൾ എൻ്റർ ചെയ്തത്. സോ നമുക്കിവിടെ ലഭിച്ച ഔട്ട്പുട്ട് എന്താ? ഇൻവാലിഡ് ഇൻപുട്ട് പ്ലീസ് എൻ്റർ എ സിംഗിൾ ഡിജിറ്റ് ബിറ്റ്വീൻ 0 and 9. ഇന്നത്തെ ക്ലാസ്സിലെടുത്ത 2 പ്രോഗ്രാംസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലാബ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഈ പ്രോഗ്രാംസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഈ പ്രോഗ്രാംസിന്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ലോജിക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ ലൂപ്പ് ആണെങ്കിൽ ആ ലൂപ്പ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നൊരു പേപ്പറിൽ നിങ്ങൾ തനിയൊന്ന് എഴുതി നോക്കുക. ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നത് നിങ്ങൾ തനിയെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നീട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നീട് നമുക്ക് തന്നെ പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വീട്ടിൽ ലാപ്ടോപ്പ് സ്വന്തമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ ഓൺലൈൻ C++ കമ്പൈലർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഓരോ പ്രാവശ്യം തനിയെ പ്രോഗ്രാംസ് ചെയ്യുക. പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ അതിൽ ഒത്തിരി എറേഴ്സ് ഉണ്ടാവും. ഈ എറേഴ്സ് നിങ്ങൾ തന്നെ തിരുത്താനായിട്ട് നോക്കുക. ഇപ്പോൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കേസ് വന്നപ്പോൾ അവിടെ ബ്രേക്ക് ഇടാൻ നിങ്ങൾ വിട്ടുപോയാൽ താഴെ അതൊരു എറർ വരും അല്ലേ. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കില്ല. ഓരോ തവണ നിങ്ങൾ പ്രോഗ്രാം സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ എറേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും, എങ്ങനെയാണ് എറേഴ്സ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രോഗ്രാംസ് നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കുക, തനിയൊന്ന് എഴുതി നോക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പത്തിന് നമുക്ക് ലാബ് എക്സാമിന് നല്ലൊരു മാർക്കോട് കൂടി തന്നെ പാസ്സാവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്